തെരച്ചിലുകൊണ്ട് നമുക്ക് വളരെ തൃപ്തികരമല്ല. കാരണം സർക്കാർ തലത്തിലുള്ള തരത്തിൽ. പക്ഷേ ഈ രാജേഷിൻ്റെ ടീമായ റാഫ്റ്റിംഗ് ടീമിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഇന്നലെ ഈ പോലീസിൻ്റെ സംവിധാനങ്ങളും ഫയർഫോഴ്സുകാരും നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രവർത്തനമാണ് വളരെ സമയോചിതമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ശിക്ഷാരികൾ അവരുടെ കൂടെ പരിചരിച്ചിട്ടുള്ളതും അവൻ്റെ കൂടെ ഉള്ളവരുമൊക്കെയാണ് ഏറ്റവും കൂടുതലും ഇതിനായിട്ട് മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ പല പ്രാവശ്യവും ഇവിടുത്തെ സ്ഥലവാസികളായ ഞാൻ അവിടെ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ്. ആ മെമ്പറിൻ്റെ സംവിധാനം അനുസരിച്ച് ഞാനിവിടെ വന്ന് ഇവിടുത്തെ മെമ്പറെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയും ഇവിടുത്തെ ബ്ലോക്ക് തലത്തിലുള്ള മെമ്പർമാരെയൊക്കെ പല പ്രാവശ്യം ഞാൻ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആരും കൈ കേൾക്കുന്നില്ല. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അവർ ഇവിടെ ഒരു കോഴി ഫാമുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അതിൻ്റെ ഇതുമായിട്ട് ക്ലീനിങ്ങിൻ്റെ അവിടെ എല്ലാവരും തിരക്കിലാണ്. ഈ ഉരുൾപൊട്ടായതുകൊണ്ട് ഞാൻ അവരെ ആരും ദുരിതപ്പെടുത്തുന്നതല്ല. എല്ലാവരും അവരുടേതായ തിരക്കിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷേ ഈ നമ്മുടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ രാജേഷിനെ ഇവിടെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഇതാണ്. കാരണം ഇവിടെ നിന്ന് ഈ മീൻതുള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം കഴിഞ്ഞ് അമ്പിളിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ വെച്ച് ഈ ആൾക്കാർ കണ്ടതായിട്ടുള്ള എല്ലാ 2 സ്ത്രീകൾ അവരെ കണ്ടു. അവൻ നീന്തി പോകുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് പോകുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കർണാടകയിലേക്കുള്ള വനത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ വനത്തിനകത്ത് നീന്തി കയറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അവനെ സംബന്ധിച്ച് ഈ ചെറുപുഴ എന്ന് പറയുന്നത് വളരെ ഇന്നും അവൻ ബാല്യം തൊട്ടേ വളർന്നത് കാക്കാമല കായലുകളിലെ വെള്ളങ്ങളും ഒക്കെ നീന്തി അവനൊരു ക്രൈസാണ്. അപ്പോൾ ഈ വെള്ളങ്ങളൊന്നും അവന് യാതൊരുവിധ ഇതുമായിട്ട് അവന് ബോധ്യം ഒരു അല്ല അവനെ സംബന്ധിച്ചിടത്തോളം. ഇതെല്ലാം ഇതിനപ്പുറമായിരുന്നാലും അവൻ കടന്നു കയറാനുള്ള ഒരു സംവിധാനമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് ഈ ഫയർഫോഴ്സ് ഇവിടുത്തെ ഇന്നലെ വന്ന ഫയർഫോഴ്സുകാർ കരയിലൂടെയുള്ള നടന്നു പോകുന്നുള്ള ഒരു വാക്കിംഗ് അല്ലാതെ റെസ്ക്യൂ ടീമുമായിട്ട് പുറത്ത് ഇതിനകത്ത് ഇറങ്ങി സംവിധാനം ഞങ്ങൾ വരുന്നതിന് മുമ്പേ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇതറിഞ്ഞ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചിവിടെ ഇന്നലെ 10 മണിക്ക് ഇവിടെ വന്നതാണ്. ആ സമയം തൊട്ട് നമ്മൾ MLA കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്. MLA നമ്പർ വന്നിട്ട് എപ്പോഴും ഇത്രയും സമയമായിട്ട് ഒരു 24 hours പേഴ്സണൽ നമ്പർ ആവട്ടെ ഏത് നമ്പർ ആവട്ടെ ഇത്രയും സമയമായിട്ട് ആ നമ്പർ ഓൺ ആയിട്ടില്ല. ഞാൻ പലതവണ ഈ MLA കോൺടാക്ട് ചെയ്യാൻ നോക്കി. ഇതുവരേക്കും ആ MLA നമ്പർ പോലും ഓണല്ല. ഇപ്പോഴും ഈ രാവിലെ തൊട്ട് ഞങ്ങളവിടെ വിളിച്ച് ഇൻറ്റിമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ചെറുപുഴ സ്റ്റേഷനിലെ SIയും അവരെ കൂടെ നിൽക്കുന്ന പോലീസുകാരും നമ്മളെ വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷേ എന്നാലും നമുക്ക് വളരെ വിഷമമാണ്. എൻ്റെ വീടിന് അടുത്തുള്ള പയ്യനാണ്. അപ്പോൾ ഞങ്ങൾ ചെറുതിലെ തൊട്ട് ഞങ്ങൾ അറിയാമെന്നുള്ള ഒരു ടീമുമാണ്. പക്ഷേ ഇതിലുള്ള ഈ നടപടികൾ നമുക്ക് തൃപ്തികരമായിട്ട് തോന്നുന്നില്ല. സർക്കാരിൻ്റെ തലത്തിൽ നിന്നും ഇടപെട്ട് ഇനി കുറച്ചുകൂടെ റെസ്ക്യൂ ടീമുകളെ ഇട്ട് ഇതിനെ ഒന്ന് എടുക്കണമെന്നാണ് നമ്മുടെ ഇത്. കാരണം ഇവനിപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്, മരണപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പല ചാനലുകളും മരണപ്പെട്ടു എന്ന് പറഞ്ഞൊരു അഭ്യൂഹം. അപ്പോൾ അതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിച്ചു. നമുക്ക് പോലും കിട്ടാത്ത റിപ്പോർട്ടുകളാണ് ചാനലുകളും ചെയ്യുന്നത് മരണപ്പെട്ടുകൊണ്ട്. പക്ഷേ ഈ നിമിഷം വരെയും മരണപ്പെട്ടിട്ടില്ല, അവൻ അങ്ങനെ അത്യാഹിതം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വന്നവർക്കാർക്കും ഇത് കണ്ടിട്ട് അങ്ങനെ നമുക്കൊരിതായിട്ട് തോന്നുന്നില്ല. പക്ഷേ 50 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രളയമെന്ന് പറയുന്നുണ്ട്. ഉരുൾപൊട്ടൽ സംഭവിച്ച ഈ പരിസരവാസികളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ക്രോഡീകരിച്ച എല്ലാ മേഖലകളിൽ നിന്നുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമുക്കൊരു സത്വരമായ ഒരു സഹകരണത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി നമുക്കത് എന്താണെന്ന് അറിയണം എന്ന് തന്നെയാണ്, അവനെ രക്ഷപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ പയ്യന്നൂരിലെ MLA നിങ്ങൾ പലവാസം ബന്ധപ്പെടാൻ കിട്ടുന്നില്ല. നമ്പർ സ്വിച്ച് ഓഫ് ആണ്. മൊബൈലിൽ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ ഇന്നലെ തൊട്ട് ഇന്നലെ ഒരു 5 പ്രാവശ്യം വിളിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഇപ്പോൾ വിളിച്ചാണ് 2 പ്രാവശ്യം MLA ആയിട്ടൊന്ന് ബന്ധപ്പെട്ട് എന്താണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മുടെ അവിടെയൊക്കെ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ നമ്മൾ ആദ്യം പഞ്ചായത്ത് മെമ്പർ അങ്ങനെ ബ്ലോക്ക് അങ്ങനെ എല്ലാവരും വിളിച്ച് നമ്മളവിടെ ആ ഒരു കീഴ്വഴക്കത്തിന് നമ്മൾ അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ആരെടുത്തുനിന്ന് നമുക്കൊരു തിരിച്ചുള്ള ഇത് കിട്ടുന്നില്ല. നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ തന്നെ നമ്മൾ റെസ്ക്യൂ ടീമിൽ നിന്ന് ഇവിടെ വന്നിട്ടില്ല. ആരും ഇത് വന്നിട്ടില്ല. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് വന്നു നമ്മളിവിടെ വന്ന് പോലീസിൻ്റെ എന്താണ് സമാശ്വാസ വാക്ക് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഈ ചെറുപുഴയിലുള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റ് നമ്മൾ ഇതുവരെയും കാണാൻ ശ്രമിച്ചിട്ടില്ല. അതെന്താണെന്ന് ഞങ്ങളും പല പ്രാവശ്യം അങ്ങോട്ട് ഇന്നലെ ഞാൻ 2 പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചു. ഞങ്ങൾ അങ്ങോട്ട് കാണാമെന്ന്. പക്ഷേ അവരുടെ തിരക്കാണ്. അവർക്ക് ഈ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് നിൽക്കുന്നതെന്നാണ് അവരും പറയുന്നത്. പ്രശ്നം ജീവൻ. അതെ ആ തിരക്ക് ഇത് ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. നഷ്ടപ്പെടാൻ കാരണം ഇവർ ഈ സമയം 2 കിലോമീറ്ററിന് അപ്പുറത്ത് വെച്ച് ഇവനെ കണ്ട ആൾക്കും ഉള്ളതുകൊണ്ട് നമുക്കൊരു ഉറപ്പായിട്ടൊരു വിശ്വാസമുണ്ട്. ആ കർണാടക ബോർഡിൽ തന്നെ ഇവൻ കയറി കാണും, വനത്തിനുള്ളിൽ കാണും. അവിടെ നമുക്ക് ഊർജിതമായ ഒരു തെരച്ചിൽ നടത്താനുള്ള ഒരു നടപടി എടുക്കണമെന്നാണ് ഒരു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം.
പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.